വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മുടെ ALT എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അടുത്ത മാസം 11-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എക്സാംസിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ALT എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഒന്നാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. സയൻസിൽ കെമിസ്ട്രിയിലെ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സുമാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ജസ്റ്റ് പാസീവായിട്ട് കണ്ട് കളയാതെ ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മെറ്റൽസിൽ നിന്ന് ചോദിക്കുന്ന ഏകദേശം 80 to 90% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് പീരിയോഡിക് ടേബിൾ അല്ലേ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. കെമിസ്ട്രി പഠിക്കുന്ന ഒരാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഞാൻ ഈ പീരിയോഡിക് ടേബിൾ നിങ്ങളെ കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ മെറ്റൽസ് ആണ്. റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എല്ലാം എന്താണ്? മെറ്റൽസ് ആണ്. മൊത്തം 118 എലമെൻറ്റുകൾ ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 118 എലമെൻറ്റ്സ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. അതിനകത്ത് 90% എന്ത് തന്നെയാണ്? മെറ്റൽസ് ആണ്. ഇനി മെറ്റൽസ് എവിടെയൊക്കെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് മുകളിൽ നിന്നും താഴോട്ടുള്ള ആൾക്കാർ അല്ലേ. ഈ മുകളിൽ നിന്നും താഴോട്ടുള്ള ആൾക്കാരെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുക. പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്നും താഴേക്കുള്ള ആൾക്കാരെ ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഒരു ഗ്രൂപ്പിന് ഒരു സ്വഭാവമായിരിക്കും. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും, ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ്. അവർക്ക് ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരേ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും ഈ ഗ്രൂപ്പിൽ വരിക. ഇനി തിരിച്ച് ഇങ്ങനെയും നമുക്ക് നോക്കാം അല്ലേ. ഇതെന്ന് പറയുന്നത് കോളംസ് ആണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നവരെ ഇവരെ നമ്മൾ ഗ്രൂപ്പുകളെന്ന് വിളിക്കും. ഇനി ഇങ്ങനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന ലൈൻസ് ഉണ്ട് അല്ലേ. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന ലൈൻസ് ഉണ്ട്. ഈ വരിയിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ റോകളിലുള്ള ആൾക്കാരെ, റോയെ നമ്മൾ വിളിക്കുന്നതാണ് പീരീഡ്. റോയെ നമ്മൾ എന്ത് വിളിക്കും? പീരീഡ് എന്ന് വിളിക്കും. റോയെ നമ്മൾ എന്ത് വിളിക്കും? പീരീഡ് എന്ന് വിളിക്കും. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ളത് ഗ്രൂപ്പുകളാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പീരീഡുകളാണ്. മൊത്തം 118 എലമെൻറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി എത്ര പീരീഡുകൾ ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 മൊത്തം 7 പീരീഡുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. സിമ്പിളായിട്ട് ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. ഇനി നമ്മളോട് ചോദിക്കാം എത്ര ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പറയണം 18 ഗ്രൂപ്പുകളുണ്ട്. പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. എത്ര എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം 118 എലമെൻറ്റ്സ് ഉണ്ട്. 118 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി നമ്മളോട് ചോദിക്കും പീരിയോഡിക് ടേബിളിൽ എത്ര ബ്ലോക്കുകളുണ്ട്. എത്ര ബ്ലോക്കുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ മൊത്തമുള്ളത് 4 ബ്ലോക്കുകളാണ്. ഈ പീരിയോഡിക് ടേബിളിനെ, ഈ വലിയ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പിനെയും രണ്ടാമത്തെ ഗ്രൂപ്പിനെയും മാത്രം ചേർത്ത് നമ്മൾ വിളിക്കും എസ് ബ്ലോക്ക്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും കൂടെ ചേർന്നിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എസ് ബ്ലോക്ക്. ഇനി നോക്കൂ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കും ഡി ബ്ലോക്ക്. 3 മുതൽ 12 വരെ, അതായത് ഇത്രയും ഭാഗം മൊത്തത്തിൽ നമ്മൾ വിളിക്കും ഡി ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എവിടെയാണ് വരിക? എന്താ ഇത്രയും ഭാഗമാണ് നമ്മുടെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം എസ് ബ്ലോക്ക്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ നമ്മുടെ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ ഈ 12ാമത്തെ ഗ്രൂപ്പ് വരെ ഇത്രയും ഭാഗത്തിനെ നമ്മൾ വിളിക്കും ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക്. ഇനി നമ്മൾ അടുത്ത് പഠിക്കണം പി ബ്ലോക്ക്. പി ബ്ലോക്കിനെ എങ്ങനെ അറിയും? ഇവിടെ മുതൽ ഈ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവർ, ഗ്രൂപ്പ് 13 മുതൽ 18 വരെ, ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവരെ നമ്മൾ വിളിക്കും
പി ബ്ലോക്ക് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. 13 മുതൽ 18, ഇതാണ് 13ാമത്തെ ഗ്രൂപ്പ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? പി ബ്ലോക്ക് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ താഴെ 2 പീരീഡുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ? ഇവിടെ താഴെ 2 പീരീഡുകളുണ്ട്, ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. ഇവരെ കൂട്ടിയിട്ട് നമ്മൾ വിളിക്കും എഫ് ബ്ലോക്ക്. ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? എഫ് ബ്ലോക്ക് എന്ന് വിളിക്കും. ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് എഫ് ബ്ലോക്കുകൾ എന്ന് വിളിക്കും. ഇങ്ങനെ മൊത്തം 4 ബ്ലോക്കുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. ഇത്രയും ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, എല്ലാ ബ്ലോക്കിലും ഉള്ളത് ആരാണ്? മെറ്റൽസ് ആണോ, നോൺ മെറ്റൽസ് ആണോ, മെറ്റലോയിഡുകളാണോ, അതായത് ലോഹങ്ങളാണോ അല്ലെങ്കിൽ ഉപലോഹങ്ങളാണോ അല്ലെങ്കിൽ അലോഹങ്ങളാണോ എവിടെയുള്ളത്? നമ്മുടെ 3 അല്ലെങ്കിൽ 4 പീരീഡുകളിലും 4 പീരീഡ് അല്ല 4 ബ്ലോക്കുകളിലും ഉള്ളത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റണം. എന്ത് തന്നെയാണ്? ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് ആണ്. എല്ലാ ബ്ലോക്കുകളിലും ഉള്ളത് മെറ്റൽസ് ആണ്. എസ് ബ്ലോക്കിലെ ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഒഴികെ ബാക്കി എല്ലാവരും മെറ്റലുകളാണ്. ഡി ബ്ലോക്കിനകത്ത് മൊത്തം മെറ്റലുകളാണ് വരിക. എഫ് ബ്ലോക്കിനകത്തും മൊത്തം മെറ്റലുകളാണുള്ളത്. പി ബ്ലോക്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പി ബ്ലോക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവിടെ മെറ്റലും നോൺ മെറ്റലും അതുപോലെ തന്നെ മെറ്റലോയിഡുകളുമുണ്ട്. പി ബ്ലോക്കിൻ്റെ മാത്രം പ്രത്യേകത മെറ്റലും നോൺ മെറ്റലും മെറ്റലോയിഡുകളും അടങ്ങിയ ബ്ലോക്ക്. മെറ്റലും നോൺ മെറ്റലും മെറ്റലോയിഡും അടങ്ങിയ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി ബ്ലോക്കാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1ഉം 2ഉം ഗ്രൂപ്പുകളെ ചേർത്തിട്ട് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കും? പി ബ്ലോക്ക് എന്ന് വിളിക്കും. താഴെയുള്ള 2 പേരെ നമ്മൾ എന്ത് വിളിക്കും? എഫ് ബ്ലോക്ക് എന്ന് വിളിക്കും. ഇതിനകത്ത് എസ് ബ്ലോക്കിൽ ഹൈഡ്രജൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും മെറ്റലുകളാണ്. ഡി ബ്ലോക്ക് മൊത്തം മെറ്റലുകളാണ്. എഫ് ബ്ലോക്ക് മൊത്തം മെറ്റലുകളാണ്. അതുപോലെ തന്നെ പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ അവിടെ മെറ്റൽസ് ഉണ്ട്. പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? പി ബ്ലോക്കിൽ വരുന്ന സമയത്ത് നമുക്കവിടെ ആരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? പി ബ്ലോക്കിൽ നമുക്ക് മെറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എവിടെ നമുക്ക് കാണാൻ പറ്റും? പി ബ്ലോക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം കെമിസ്ട്രി പഠിച്ചു തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കുക. പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പോർഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേരും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കും ആൽക്കലി മെറ്റൽസ്. എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽ. ട്രാൻസിഷൻ മെറ്റൽസ്. ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ്. എഫ് ബ്ലോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ. ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ എസ് ബ്ലോക്കിനെ നമ്മൾ എന്ത് വിളിക്കും? എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കും ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി ഡി ബ്ലോക്കിനെ മൊത്തത്തിൽ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കും. എഫ് ബ്ലോക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. എഫ് ബ്ലോക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ്, ഇടത്തെ ഭാഗത്താണോ വലത്തെ ഭാഗത്താണോ നമുക്ക് കൂടുതലായിട്ട് മെറ്റൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക? എന്ത് ചോദിക്കും? പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ നമുക്ക് കൂടുതലായിട്ടും മെറ്റൽസിനെ കാണാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് കൂടുതൽ മെറ്റൽസിനെ കാണാൻ പറ്റുക? ഓപ്ഷൻസിൽ ലെഫ്റ്റ് ഉണ്ടായിരുന്നു, റൈറ്റ് ഉണ്ടായിരുന്നു, ടോപ്പ് ഉണ്ടായിരുന്നു, ബോട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോൺ മെറ്റൽസ്, ഈ ബ്ലൂ കളറിലുള്ളത് നോൺ മെറ്റൽസ് ആണ് കേട്ടോ. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് നോൺ മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് മെറ്റലോയിഡ്സ് ആണ്.
ഇപ്പോൾ നോക്കൂ, പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമുക്കവിടെ മെറ്റൽസിനെയും മെറ്റലോയിഡ്സിനെയും അതുപോലെ തന്നെ നോൺ മെറ്റൽസിനെയും കാണാൻ പറ്റും. പക്ഷേ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കിവിടെ ഹൈഡ്രജൻ ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്, മെറ്റൽസ് തന്നെയാണ്. അപ്പോൾ അറിയുക, പീരിയോഡിക് ടേബിളിൻ്റെ ഇടത് ഭാഗത്ത്, പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മെറ്റൽസിനെ കാണാൻ വേണ്ടി പറ്റുക. എവിടെയാണ്? പീരിയോഡിക് ടേബിളിൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾക്ക് മെറ്റൽസിനെ കാണാൻ പറ്റുന്നതെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പീരിയോഡിക് ടേബിളിനെ പറ്റി ബേസിക് ആയിട്ട് അറിയണം. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ലോഹങ്ങളും അതുപോലെ തന്നെ അലോഹങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു മെറ്റലിനെ മെറ്റലാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലുള്ളവയാണ്. മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും ഖരരൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളവരാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മളോട് ചോദിക്കും, സോളിഡ് സ്റ്റേറ്റിലല്ലാതെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ മെറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റലാണ് മെർക്കുറി. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റലാണ് ഏത്? മെർക്കുറി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണ്. മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന, അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ മെറ്റൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മെറ്റൽ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, ആ മെറ്റലാണ് മെർക്കുറി. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ് ഏത്? മെർക്കുറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിൻ്റെയും നല്ല കണ്ടക്ടേഴ്സ് ആണ്. അവർ നല്ലോണം ഹീറ്റും ഇലക്ട്രിസിറ്റിയും എന്ത് ചെയ്യും? അതിലൂടെ കടത്തിവിടും. സോ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവർ ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ് ഏത്? മെർക്കുറി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു മെറ്റൽസിന് എന്താ പറയുക, നല്ല കണ്ടക്ടേഴ്സ് ആണ്. എന്താണ്? ഹീറ്റും ഇലക്ട്രിസിറ്റിയും ചൂടും വൈദ്യുതിയും എല്ലാം തന്നെ കടത്തിവിടാൻ പറ്റുന്ന, താപവും വൈദ്യുതിയും എല്ലാം തന്നെ കടത്തിവിടാൻ പറ്റുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മെറ്റൽസ് എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത, മെറ്റൽസിന് ഷൈനി അപ്പിയറൻസ് ആണ്. മെറ്റൽസിന് ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ നല്ല തിളക്കമുണ്ട്. നമ്മളെപ്പോഴും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ സ്വർണ്ണമോ വെള്ളിയോ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു മെറ്റൽ നമുക്ക് ഊഹിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെറ്റൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സോളിഡ് ആണ്, അല്ലേ? സോളിഡ് ആണ്. മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും നമുക്ക് പരിചയമുള്ളത് എന്താണ്? സോളിഡ് ആണ്. രണ്ടാമത്തെ കാര്യം, നല്ല തിളക്കമുണ്ട്, അല്ലേ? നല്ല തിളക്കമുണ്ട്. അവർക്ക് ഷൈനി അപ്പിയറൻസ് ആണ്. ഷൈനി അപ്പിയറൻസ് ആണ്. അടുത്തത്, പെട്ടെന്ന് പിടിച്ചാൽ പൊട്ടിപ്പോവോ, അല്ലേ? നമ്മുടെ ഇരുമ്പ് അല്ലെങ്കിൽ കോപ്പർ ഇതൊക്കെ അത്യാവശ്യം കട്ടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മെറ്റൽസ് യൂഷ്വലി സ്ട്രോങ്ങും ഹാർഡുമാണ്. മെറ്റൽസ് എന്താണ്? യൂഷ്വലി സ്ട്രോങ്ങും ഹാർഡുമായിരിക്കും. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെറ്റൽസിനെ നമ്മൾക്ക് ബെൻഡ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ പറ്റും, അല്ലേ? മെറ്റൽസിനെ നമുക്ക് വളയ്ക്കാനും ഒടിക്കാനും പരത്താനും ഒക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും കൂടെ നോക്കാനുണ്ട്. എന്നാലും നിങ്ങൾ അറിയുക, മെറ്റൽസ് ക്യാൻ ബി ബെൻഡഡ് ആൻഡ് സ്ട്രെച്ച്ഡ്. അതുപോലെ തന്നെ മെറ്റൽസ് എന്ന് പറയുന്നത് നല്ല ഹീറ്റിൻ്റെ കണ്ടക്ടേഴ്സ് ആണ്. നല്ല ഹീറ്റിൻ്റെ കണ്ടക്ടേഴ്സ് ആണ്. നമ്മൾ മെറ്റൽസിൻ്റെ എന്തൊക്കെ ക്വാളിറ്റീസ് പഠിച്ചു? മെജോറിറ്റി ഓഫ് ദ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പഠിച്ചു. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലിൻ്റെ എക്സാമ്പിളാണ് മെർക്കുറി എന്ന് പഠിച്ചു. ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ല കണ്ടക്ടേഴ്സ് ആണ് മെറ്റൽസ് എന്ന് പഠിച്ചു. മെറ്റൽസിന് നല്ല ഷൈനി അപ്പിയറൻസ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മെറ്റൽസിനെ നമുക്ക് ബെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ ആർക്ക് വരുന്നത്? നോൺ മെറ്റൽസിന് വരുന്നത്. അപ്പോൾ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, അതുപോലെ തന്നെ ഹീറ്റും കണ്ടക്ട് ചെയ്യില്ല. അവരെന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റിയും ഹീറ്റും സാധാരണഗതിയിൽ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാറില്ല. മെറ്റൽസിന് നല്ല തിളക്കമുണ്ടാവും, പക്ഷേ നോൺ മെറ്റൽസിന് ഡള്ളായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. മെറ്റൽസിന് നല്ല തിളക്കമുണ്ട്, പക്ഷേ നോൺ മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് വളരെ ഡള്ളായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് വീക്കും സോഫ്റ്റുമായിരിക്കും. നോൺ മെറ്റൽസ് വീക്കും സോഫ്റ്റുമായിരിക്കും. നോൺ മെറ്റൽസ് വീക്കും സോഫ്റ്റുമായിരിക്കും. കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ
ബ്രേക്ക് ചെയ്യാൻ പറ്റും, പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്വാളിറ്റീസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസിനെയാണ് കേട്ടോ. മെറ്റൽസിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന, എപ്പോഴും പരീക്ഷയ്ക്ക് അടുപ്പിച്ച് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള മെറ്റലുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് നമ്മുടെ ALP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ALPയുടെ സ്പെഷ്യൽ കോച്ചിങ് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 23 മുതൽ കോഴ്സ് ലൈവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 എന്ന നമ്പറിലേക്കോ 7012615062 എന്ന നമ്പറിലേക്കോ ജസ്റ്റ് കോൾ ചെയ്ത് നോക്കാം. ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാലും ഏകദേശം 500 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് അവേഴ്സ് വരുന്ന സെഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പോട് കൂടിയുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക. ഞങ്ങളുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടയർ 1നും 2നും ചേർന്നിട്ടുള്ള കോച്ചിങ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പറിലേക്ക് വിളിച്ച് നോക്കിയാൽ മതി. നമുക്ക് എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു മെറ്റൽസിനെ നമുക്ക് അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും ഒക്കെ പറ്റും അല്ലേ? മെറ്റൽസിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ബെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ക്വാളിറ്റീസിന് ഓരോ പേരുണ്ട്. അതിലെ ആദ്യത്തെ പേരാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലിനെ നമുക്ക് അടിച്ച് പരത്തി ഒരു ഷീറ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. മെറ്റൽസിനെ നമുക്ക് ഹാമർ ചെയ്തിട്ട് അടിച്ചു പരത്തിയിട്ട് തിന്നായിട്ടുള്ള ഷീറ്റുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഗോൾഡ് ഫോയിൽ, അലുമിനിയം ഫോയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മെറ്റലിനെ വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകളായിട്ട് നമുക്ക് അടിച്ചു പരത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുക? മാലിയബിലിറ്റി എന്ന് പറയുക. നോൺ മെറ്റലിനെ നമ്മൾ അങ്ങനെ അടിച്ചു പരത്താൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? അത് പൊടിഞ്ഞു പോകും അല്ലേ? നോൺ മെറ്റൽ ആണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. പക്ഷേ മെജോറിറ്റി ഓഫ് ദ മെറ്റൽസിനെയും നമുക്ക് അടിച്ചു പരത്താൻ വേണ്ടിയിട്ട് പറ്റും. മെറ്റൽസിൻ്റെ ഈ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് വിളിക്കും? മാലിയബിലിറ്റി എന്ന് വിളിക്കും. അപ്പോൾ മാലിയബിലിറ്റി എന്താണ്? മാലിയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഫോർ എ മെറ്റൽ or metal alloy to be formed into variety of shapes. മെറ്റലിനെയോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ അലോയിയെയോ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളിലേക്ക് മാറ്റാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാലിയബിൾ സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഹാമർ ചെയ്തിട്ടോ അല്ലെങ്കിൽ റോൾ ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തന്നെ ചോദിക്കും. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ദാറ്റ് എനേബിൾസ് ഇറ്റ് ടു ബി ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് ഇസ് കോൾഡ് ആസ്. എന്നിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് തരും. അതിൻ്റെ ആൻസർ എന്താണ്? മാലിയബിലിറ്റി ആണ്. ഒരു മെറ്റലിന് ഒരു അടിച്ചു പരത്തി കഴിഞ്ഞാൽ തിൻ ഷീറ്റായിട്ട് മാറാനുള്ള എബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? ഏറ്റവും നമുക്ക് എന്താ പറയുക, ഏറ്റവും നേർത്ത ഷീറ്റുകളായിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന, നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നേർത്ത ഷീറ്റുകളായിട്ട് പൊട്ടിപ്പോകാതെ വരുന്ന മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗോൾഡാണ്. ഗോൾഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് AU ആണ്. ഗോൾഡിൻ്റെ സിമ്പൽ AU ആണ്. AUവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓറം എന്നാണ്. AUവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓറം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഒരു മെറ്റലിൻ്റെ ക്വാളിറ്റി എന്തിനെ? അതിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റുകളായിട്ട് മാറ്റാനുള്ള ക്വാളിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ സിമ്പൽ AU എന്നാണ്. നമ്മൾ ഗോൾഡിനെ വിളിക്കുന്ന പേര് ഓറം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത മറ്റൊരു ക്വാളിറ്റിയെ പറ്റി പഠിക്കണം. അതാണ് ഡക്റ്റിലിറ്റി. അടിച്ചു പരത്താനുള്ള എബിലിറ്റിയെ നമ്മൾ മാലിയബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ വലിച്ചു നീട്ടാനുള്ള ഒരു എബിലിറ്റിയെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മെറ്റൽ പീസിനെ തിൻ വയറുകളായിട്ട്, വളരെ നേർത്ത വയറുകളായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുമ്പോഴുള്ള ആ എബിലിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ that can be stretched or pulled into thin wires.
ചെറിയ ചെറിയ വയറുകളായിട്ട്. നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് നോട്ടിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വെച്ചാൽ മതി. മെറ്റൽസിനെ തിൻ വയറുകളാക്കി, നേർത്ത വയറുകളാക്കി മാറ്റാനുള്ള അതിൻ്റെ കഴിവ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് മെറ്റലിൻ്റെ കഴിവാവുക? എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനം ഇത് മെറ്റലല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. ഞാൻ ഇതിനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് നീളില്ല. വളരെ വലിയ പ്രഷർ ഉപയോഗിച്ച് ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് പൊട്ടി രണ്ടായിട്ട് എൻ്റെ കയ്യിൽ വരും അല്ലേ? അപ്പോൾ പക്ഷെ ഒരു മെറ്റലിനെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ അതിനെ വലിച്ചു നീട്ടുമ്പോൾ അത് പൊട്ടി വരില്ല, അത് നീണ്ട് വരത്തേ ഉള്ളൂ, സ്ട്രെച്ച് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഏതായിരുന്നു? ഗോൾഡ് ആയിരുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റലും എന്ത് തന്നെയാണ്? ഗോൾഡ് തന്നെയാണ്. മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഗോൾഡ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ, ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഗോൾഡ് തന്നെയാണ്. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗോൾഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. സോ നമുക്ക് അടുത്ത മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സൊണോരിറ്റി. മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? സൊണോരിറ്റി. എന്താണ് സൊണോരിറ്റി? മെറ്റലുകളിൽ തട്ടുന്ന സമയത്ത് സൗണ്ട് കേൾക്കും അല്ലേ? മണിയൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ ബെല്ലുകളൊക്കെ ഉണ്ടാക്കുന്നത് മെറ്റൽ കൊണ്ടാണ്. നമ്മളൊരു ചെറിയ പാത്രത്തിൽ മെറ്റൽ ഷീറ്റിൽ തട്ടിയാൽ പോലും സൗണ്ട് കേൾക്കും. അപ്പോൾ സൊണോരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് അതിൻ്റെ പുറത്ത് അടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റലിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊണോരിറ്റി എന്ന് വിളിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യേണ്ട? നമ്മുടെ നോട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിച്ച് കണ്ടോ ഞാൻ ഇത്ര നോട്ട് എഴുതിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പഠിക്കുക, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏത് ഭാഷയിൽ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം? ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സൊണോരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് പ്രൊഡ്യൂസിങ് റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. പ്രോപ്പർട്ടി ഓഫ് പ്രൊഡ്യൂസിങ് റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. നമ്മൾ അടിക്കുന്ന സമയത്ത് റിംഗ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി. അപ്പോൾ മിക്ക മെറ്റൽസിനും ഈ സൊണോരിറ്റിയും അവരെന്തുണ്ട് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട്. ഈ സൊണോരിറ്റിയും മിക്ക സിമ്പലുകളും അല്ലെങ്കിൽ മിക്ക മെറ്റൽസും കാണിക്കാറുണ്ട്. റിംഗ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മിക്കവാറും എല്ലാ നോൺ മെറ്റൽസും തന്നെ സൊണോറിറ്റി കാണിക്കാറില്ല. അവരെ മുട്ടിക്കഴിഞ്ഞാൽ അവർ സൗണ്ട് പുറപ്പെടുവിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റൽസിൻ്റെ എന്തൊക്കെ ക്വാളിറ്റീസ് പഠിച്ചു? ഒന്നാമത്തേത് മാലിയബിലിറ്റി ആണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിനെ എന്തായിട്ട് മാറ്റാൻ? തിൻ ഷീറ്റുകളായിട്ട് മാറ്റാനുള്ള എബിലിറ്റിയാണ്. രണ്ടാമത്തേത് ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റൽസിനെ നമുക്ക് തിൻ വയറുകളായിട്ട് മാറ്റാനുള്ള എബിലിറ്റിയാണ്. മൂന്നാമത്തേത് സൊണോരിറ്റി ആണ്. സൊണോരിറ്റി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ്. സൊണോരിറ്റി, സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മെറ്റൽസിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ പീരിയോഡിക് ടേബിൾ ഉള്ളത് മെറ്റൽസ് ആണെന്ന് ഓർക്കുക. ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലുമുള്ള എല്ലാ എലമെൻറ്റ്സും മെറ്റലുകളാണെന്ന് ഓർക്കുക. എസ് ബ്ലോക്കിലുള്ള ഹൈഡ്രജൻ ഒഴികെയുള്ള എല്ലാ എലമെൻറ്റ്സും മെറ്റലാണെന്ന് ഓർക്കുക. പി ബ്ലോക്കിൽ മാത്രമാണ് നമുക്ക് മെറ്റലിനെയും നോൺ മെറ്റലിനെയും മെറ്റലോയിഡിനെയും ഒന്നിച്ചു കാണാൻ പറ്റുന്നതെന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ടെസ്റ്റാണ്. മെറ്റൽസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്ലെയിം ടെസ്റ്റ്. നമ്മൾ സ്കൂളിലൊക്കെ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നിട്ടുള്ള പൊടി ഏതാണ്? പൊടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മെറ്റലിൻ്റെ സോൾട്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സോൾട്ട് നമ്മൾ എടുത്തിട്ട് കുറച്ച് HCl മിക്സ് ചെയ്ത് തീയിൽ കാണിക്കും. തീയിൽ കാണിക്കുന്ന സമയത്ത് തീയുടെ കളർ വെച്ച് അത് ഏത് മെറ്റലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇതിനെയാണ് ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുക. ഫ്ലെയിം ടെസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷേ ഫ്ലെയിം ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ മെറ്റലും ഏത് കളർ ഫ്ലെയിം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് മെറ്റൽ അയോൺസ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഫ്ലെയിം കളേഴ്സ് വെൻ ദേ ആർ ഹീറ്റഡ് സ്ട്രോങ്ലി. ഓരോ മെറ്റൽ അയോണുകളും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കാണിക്കും. ഓരോ മെറ്റൽ അയോണും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് തീയിൽ കാണിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ കാണിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഗുണം എന്താണ്? ഇവർ കാണിക്കുന്ന കളർ വെച്ചിട്ട് നമുക്ക് ഏത് മെറ്റലാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു റാൻഡം പൊടി എടുത്ത് തന്നിട്ട് ഇതിനകത്ത് ഏത് മെറ്റലാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് HCl മിക്സ് ചെയ്തിട്ട് അതിനെ തീയിൽ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിൽ ഓരോ മെറ്റലും ഏതൊക്കെ കളറാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ബേരിയമാണ്. ബേരിയം കാണിക്കുന്നത് പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. ബേരിയം കാണിക്കുന്നത് ഗ്രീൻ കളറാണ്. സോഡിയം യെല്ലോ കളർ. ബേരിയം ഗ്രീൻ കളർ, സോഡിയം യെല്ലോ കളർ. സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ്. സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ്. ബേരിയം ഗ്രീൻ കളറാണ്, സോഡിയം യെല്ലോ കളറാണ്, സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് ആണ്. അടുത്ത ലിഥിയം. ലിഥിയത്തിനും റെഡ് കളർ തന്നെയാണ്. ലിഥിയത്തിനും റെഡ് കളറാണ്. ഇനി കോപ്പർ ആണെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ. കോപ്പർ ആണെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ. പൊട്ടാഷ്യം ആണെങ്കിൽ വയലറ്റ്. പൊട്ടാഷ്യം ആണെങ്കിൽ വയലറ്റ്. കാൽഷ്യം ആണെങ്കിൽ അഗെയിൻ റെഡ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രിക്ക് റെഡ്, അങ്ങനെയൊക്കെ പറയാം. ആ ഒരു കളറാണ് നമുക്ക് തരിക. ഒന്നും കൂടെ ഞാൻ പറയാം. ബേരിയം ആണെങ്കിൽ ഗ്രീൻ കളറാണ്, സോഡിയം ആണെങ്കിൽ യെല്ലോ കളറാണ്, സ്ട്രോൺഷ്യം ആണെങ്കിൽ ക്രിംസൺ റെഡ് ആണ്, ലിഥിയം ആണെങ്കിലും റെഡ് ആണ്, കോപ്പർ ആണെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ ആണ്, വയലറ്റ് ആണെങ്കിൽ പൊട്ടാഷ്യമാണ്, വയലറ്റ് ആണെങ്കിൽ പൊട്ടാസ്യമാണ്. അതുപോലെ തന്നെ കാൽഷ്യം ആണെങ്കിലും ഒരു റെഡ് ഓറഞ്ച് കളർ. കാൽഷ്യം ആണെങ്കിൽ ഒരു റെഡ് ഓറഞ്ച് കളറാണ് നമുക്ക് കിട്ടുക. കാൽഷ്യം ആണെങ്കിൽ ഒരു റെഡ് ഓറഞ്ച് കളറാണ് നമുക്ക് കിട്ടുക. ഇത്രയും കളറുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. പല എക്സാമുകൾക്കും ALPയുടെ മുന്നേ നടന്ന പല എക്സാമുകൾക്കും പല ഷിഫ്റ്റുകളിലും ഇത് മാറി മാറി നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാറി മാറി ചോദിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നതെല്ലാം തന്നെ കേട്ടോ. ഈ ക്ലാസ്സിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാനില്ല. എക്സ്ട്രാ കാര്യങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് പഠിക്കാം, പക്ഷെ ഒന്നും ഒഴിവാക്കാൻ മിനിമം ഇത്രയെങ്കിലും ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റൂ. അടുത്ത് നമ്മൾ ഓരോ മെറ്റൽസിനെ ആയിട്ട് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മെറ്റൽസും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യം വരുന്നത് സോഡിയമാണ്. സോഡിയം എവിടെയാണ് വരിക? എസ് ബ്ലോക്കിൽ വരുന്ന ഒരു എലമെൻ്റാണ്. സോഡിയം എവിടെ വരും? എസ് ബ്ലോക്കിൽ. എസ് ബ്ലോക്കിൽ വരുന്ന ഒരു എലമെൻ്റാണ് ആരെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിൽ വരുന്ന ഒരു എലമെൻ്റാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോഡിയം എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിൽ വരുന്ന ഒരു എലമെൻ്റാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സോഡിയം എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1. എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1 ഓർത്തിരിക്കുക. ആദ്യം പൊസിഷൻ തന്നെ ഓർക്കുക. സോഡിയം ഉള്ളത് എവിടെയാണ്? എസ് ബ്ലോക്കിലാണെന്ന് ഓർക്കുക. എസ് ബ്ലോക്കിലാണ്. ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ, ഗ്രൂപ്പ് 1ലാണെന്ന് ഓർക്കുക. അതായത് ഇതെന്താണ്? ഒരു ആൽക്കലി മെറ്റലാണ്. ഇതൊരു ആൽക്കലി മെറ്റലാണ്. ആൽക്കലി മെറ്റലുകളുടെ മൊത്തം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ഓൾ ആൽക്കലി മെറ്റൽസ് ആർ, എല്ലാ ആൽക്കലി മെറ്റലുകളും വളരെ റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഓൾ ആൽക്കലി മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ്. എല്ലാ ആൽക്കലി മെറ്റലുകളും വളരെ റിയാക്റ്റീവ് ആണ്. എല്ലാ ആൽക്കലി മെറ്റലുകളും പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽക്കലി മെറ്റലുകളാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ആൽക്കലി മെറ്റലുകളാണ്. അപ്പോൾ സോഡിയത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു അത് എസ് ബ്ലോക്കിലാണ്, ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്, ആൽക്കലി മെറ്റലാണ്. എല്ലാ ആൽക്കലി മെറ്റലുകളും വളരെ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും സോഡിയവും എന്തായിരിക്കും? വളരെ റിയാക്റ്റീവ് ആയിരിക്കും. സോഡിയം നമ്മൾ കാണിക്കുന്നത് Na എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. സോഡിയം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Na എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11 സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഏതൊരു ആറ്റത്തിൻ്റെയും പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പടം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ
പുറത്ത് എന്തോ കിടന്ന് കത്തുകയാണ്. ഇത് മറ്റൊന്നുമല്ല, സോഡിയമാണ്. സോഡിയം മെറ്റലിൻ്റെ പ്രത്യേകത വെള്ളവുമായിട്ട് അല്ലെങ്കിൽ എയറിലുള്ള മോയ്സ്ചറുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീ പിടിക്കും. ഓക്കെ, പെട്ടെന്ന് തീ പിടിക്കും. ഹൈലി റിയാക്റ്റീവ് ആണ്. പെട്ടെന്ന് തീ പിടിക്കുന്ന മെറ്റൽ ആരെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീ പിടിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കെറോസിനിൽ കീപ്പ് ചെയ്യും. കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും എന്തുണ്ട്? ഈർപ്പമുണ്ട് അല്ലേ, ജലത്തിൻ്റെ അംശം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ഇവിടെ വെച്ചാൽ, എൻ്റെ കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് അങ്ങ് കത്തിപ്പോവും. അങ്ങനെ കത്താതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം മെറ്റലിനെ എപ്പോഴും എവിടെ സൂക്ഷിക്കും? മണ്ണെണ്ണയിൽ സൂക്ഷിക്കും. അതൊരു ചോദ്യമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന എലമെൻറ്റ് ഏതാണ്? കെറോസിനിൽ സൂക്ഷിക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ സോഡിയമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതൊരു സോഫ്റ്റ് മെറ്റലാണ്. സോഡിയം ഒരു സോഫ്റ്റ് മെറ്റലാണ്. മനുഷ്യന്മാരിലെ BP റെഗുലേറ്റ് ചെയ്യാൻ സോഡിയത്തിന് പറ്റും അല്ലേ? സോഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപ്പ്. എന്താണ് ഉപ്പ്? NaCl ആണ്. ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് NaCl ആണ്. NaClൻ്റെ ഫുൾ ഫോം എന്താണ്? സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിനകത്തുള്ള സോഡിയം തന്നെയാണ് അല്ലേ? ഇതിനകത്തുള്ളതും എന്താണ്? സോഡിയം തന്നെയാണ്. അപ്പോൾ ഉപ്പ്, നമുക്ക് പെട്ടെന്ന് ക്ഷീണം വന്നു, BP കുറഞ്ഞു, എന്ത് ചെയ്യും? ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ തരും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ BP റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? സോഡിയം സഹായിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്, ഹൈലി റിയാക്റ്റീവ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. കത്തി കൊണ്ടൊക്കെ മുറിക്കാൻ പറ്റും, നൈഫൊക്കെ കൊണ്ട് മുറിക്കാൻ പറ്റുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ആരെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറയുന്നത്. മനുഷ്യന്മാരിലെ BP റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സോഡിയം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് മറ്റൊരു ചോദ്യം എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്, സോഡിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ യൂസ്ഡ് ആസ് പ്യൂരിഫയർ ഇൻ സബ്മറൈൻസ് ആൻഡ് അതർ റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മുടെ കടലിൻ്റെ അടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ്സിലൊക്കെ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സോഡിയം പെറോക്സൈഡ് ആണ്. സബ്മറൈനുകളിലും റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ കോമ്പൗണ്ട്, സബ്മറൈനുകളിലും റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ്സിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ കോമ്പൗണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് സോഡിയം പെറോക്സൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോഡിയത്തിനെ പറ്റിയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദ മെറ്റൽ ദാറ്റ് ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് എ നൈഫ്. ഒരു കത്തി കൊണ്ട് നമുക്ക് പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റുന്ന മെറ്റൽ തന്നിട്ടുള്ളതിൽ ഏതാണ്? തന്നിട്ടുള്ള മെറ്റൽസ് സോഡിയം, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. ഈ 4 എണ്ണത്തിൽ കത്തി കൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? പെട്ടെന്ന് പറഞ്ഞ ഏതാണ് ആൻസർ? പെട്ടെന്ന് പറയും, നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. ഏതാണ് ആൻസർ? ആൻസർ മറ്റൊന്നുമല്ല, എന്താണ്? സോഡിയമാണ് അല്ലേ? ആൻസർ അപ്പോൾ സോഡിയമാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഈ ഏരിയയിൽ നിന്ന് അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെട്രിയം ഈസ് ദ ലാറ്റിൻ നെയിം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നിട്ടുള്ളതിൽ ലിഥിയം, സോഡിയം, റുബീഡിയം, അതുപോലെ തന്നെ പൊട്ടാഷ്യം. ഈ തന്നിട്ടുള്ളതിൽ ലിഥിയം, സോഡിയം, റുബീഡിയം, പൊട്ടാഷ്യം. ഈ തന്നിട്ടുള്ളതിൽ നേട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ പേരുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? സോഡിയത്തിനല്ലേ. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? നമുക്കറിയാം നമ്മുടെ സോഡിയത്തിൻ്റെ ലാറ്റിൻ റെപ്രസെൻറ്റേഷൻ എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Na ആണ്. എന്നയുടെ ഫുൾ ഫോം എന്താണ്? നേട്രിയമാണ്. എന്നയുടെ ഫുൾ ഫോം എന്താണ്? നേട്രിയമാണ്. സോഡിയം മെറ്റൽ നേട്രിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ആൽക്കലി മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1ൻ്റെ പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഗ്രൂപ്പ് 1ൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേകതകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ആദ്യത്തെ കാര്യം, ഗ്രൂപ്പ് 1ൻ്റെ ഗ്രൂപ്പ് വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 ആണ്. ഗ്രൂപ്പ് 1ൻ്റെ ഗ്രൂപ്പ് വാലൻസി എത്രയാണ്? +1. ഗ്രൂപ്പ് 1ൻ്റെ ഗ്രൂപ്പ് വാലൻസി +1 ആണ്.
അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു വളരെ റിയാക്റ്റീവ് ആണ്. സോ ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. അവരെന്താണ്? വളരെ റിയാക്റ്റീവ് ആണ്. ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. പിന്നെ നമ്മൾ അറിയണം ഇവർ സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്. ജനറലി ആൽക്കലി മെറ്റൽസ് എല്ലാം തന്നെ മെറ്റൽസ് ഹാർഡാണ്, ബെൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോഴും ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 മെറ്റൽസ് സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്. അവർ സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്. അതുപോലെ തന്നെ അവർക്ക് ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അവർക്ക് ലോ ഡെൻസിറ്റി ആണുള്ളത്. അവർക്ക് ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നത് +1 ആണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്. അതുപോലെ തന്നെ അവർക്ക് ലോ ഡെൻസിറ്റി ആണ്. അവർക്ക് ലോ ഡെൻസിറ്റി ആണ്. അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസിനകത്ത് വരുന്ന മെറ്റൽസ് ആരൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് പഠിച്ചു പോവാം. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഒന്നുകൂടെ പറഞ്ഞേ. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഇത്രയും പേരാണ് ഗ്രൂപ്പ് 1 വരുന്നത്. ആരൊക്കെയാണ്? ലിഥിയം വരുന്നുണ്ട്, സോഡിയം വരുന്നുണ്ട്, പൊട്ടാഷ്യം വരുന്നുണ്ട്, റുബീഡിയം വരുന്നുണ്ട്, സീഷ്യം വരുന്നുണ്ട്, ഫ്രാൻഷ്യം വരുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം കൂടെ പറയാം. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. അവസാനമായിട്ട് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഇത്രയും എലമെന്റ്സ് ആണ് എവിടെ വരുന്നത്? ഗ്രൂപ്പ് 1 വരുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് വാലൻസി +1 ആണ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്, ലോ ഡെൻസിറ്റി ആണ്. സോഫ്റ്റ് ആണ്, സിൽവറി ആണ്, ഷൈനി ആണ്, ഡെൻസിറ്റി വളരെ കുറവാണ്, ലോ ഡെൻസിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനെ പറ്റിയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ ഓയിൽ? തന്നിട്ടുള്ളതിൽ ഏത് മെറ്റലാണ് നമ്മൾ കെറോസിൻ ഓയിലിൽ സ്റ്റോർ ചെയ്യുന്നത്? തന്നിട്ടുള്ളതിൽ ഏത് മെറ്റലാണ് നമ്മൾ കെറോസിൻ ഓയിലിൽ സ്റ്റോർ ചെയ്യുന്നത്? പ്ലാറ്റിനം, കോപ്പർ, സോഡിയം, ഗോൾഡ്. ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. തന്നിട്ടുള്ളതിൽ ഏത് മെറ്റലാണ് നമ്മൾ കെറോസിൻ ഓയിലിൽ സ്റ്റോർ ചെയ്യുന്നത്? ഏതാണ്? പെട്ടെന്ന് പറയൂ. ഏതാണ്? സോഡിയം അല്ലേ? സോ ഓപ്ഷൻ സി സോഡിയം ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഗ്രൂപ്പുകൾ എടുത്ത് പഠിക്കുന്നില്ല, മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ കോഴ്സിലേക്ക് വരുമ്പോൾ, നിങ്ങൾ കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എല്ലാ ഗ്രൂപ്പും എല്ലാ എലമെൻറ്റ്സും എല്ലാത്തിൻ്റെയും പ്രത്യേകതയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൽ എന്താ പറയുക, നമുക്ക് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരണ്ട്. ഇപ്പോൾ ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കും. യൂട്യൂബ് നമുക്ക് വളരെ ചെറിയ സെഷൻസാണ് കിട്ടുക, അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ. 1 മണിക്കൂറൊക്കെ കിട്ടാറില്ല, അതും വല്ലപ്പോഴുമാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് മൊത്തം എടുത്തിട്ട് പറയാനുള്ളൊരു സമയം നമുക്ക് കുറവാണ്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അതിന് പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാനേ പറ്റൂ, എനിക്ക് എത്ര ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പറ്റുമെങ്കിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളും കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ വായിക്കുക. ALP എക്സാമിന് പ്രത്യേകിച്ചും സയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെയധികം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു സമയത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ വർക്കും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കിത് മാക്സിമം ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ പൊട്ടാസ്യത്തിലേക്ക് വരുമ്പോൾ, പൊട്ടാസ്യത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. പൊട്ടാസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കും കാലിയം. നമ്മുടെ സോഡിയത്തിനെ നെട്രിയം എന്ന് വിളിച്ചതുപോലെ പൊട്ടാഷ്യത്തിനെ നമ്മൾ വിളിക്കും കാലിയം. എന്ത് വിളിക്കും? കാലിയം. റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ്. സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൊട്ടാസ്യവും ഒരു സോഫ്റ്റ് മെറ്റലാണ്. പൊട്ടാസ്യവും ഒരു സോഫ്റ്റ് മെറ്റലാണ്. നമ്മൾ അതിനെ എവിടെ സൂക്ഷിക്കും? കെറോസിനിൽ സൂക്ഷിക്കും. പൊട്ടാസ്യം ഒരു സോഫ്റ്റ് മെറ്റലാണ്. നമ്മൾ അതിനെ കെറോസിനിലാണ് സൂക്ഷിക്കുന്നത്, മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കാൽഷ്യമാണ്. കാൽഷ്യം എന്ന് പറയുമ്പോൾ
നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യമാണ്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് കാൽഷ്യമാണ്. നമുക്ക് എന്തുകൊണ്ടത് കാൽഷ്യമാണെന്ന് പറയാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പല്ലും എല്ലും എല്ലാം എന്താണ്? കാൽഷ്യം അല്ലേ? നമ്മുടെ ബോൺസിന് സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടി കാൽഷ്യം കഴിക്കണം എന്നൊക്കെ പരിസ്ഥിതി പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പം നമ്മുടെ പല്ലിലും എല്ലിലും ഒക്കെ ഉള്ളത് എന്താണ്? കാൽഷ്യമാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൽഷ്യമാണ്. അതുപോലെ തന്നെ കോറൽ റീഫ്സ് അവിടെയും കാണുന്നത് കാൽഷ്യത്തിൻ്റെ ഏത് കോമ്പൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കോറൽ ലീഫുകളിൽ കാണുന്ന കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കോറൽ റീഫുകളിൽ കാണപ്പെടുന്ന കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ കറക്റ്റ് ഫോർമുല ഫോർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കറക്റ്റ് ഫോർമുല എന്താണ്? അറിയുന്നവർ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കറക്റ്റ് ഫോർമുല എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല എന്താണ്? എന്താണ്? ഓപ്ഷൻ എ CaOH ട്വൈസ് ആണ് അല്ലേ? ഓപ്ഷൻ എ CaOH ട്വൈസ് ആണ്. അപ്പം നമ്മൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ആദ്യത്തെ കാര്യം, സ്ലേക്കഡ് ലൈം എന്നാണ് നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നത്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? CaOH ട്വൈസ് എന്നാണ്. ഓക്കെ, നമ്മുടെ സ്ലേക്കഡ് ലൈം എന്നാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നത്. നമ്മൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CaOH ട്വൈസ്. സ്ലേക്കഡ് ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് CaOH ട്വൈസ്. അടുത്ത കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH ആണ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH ആണ്. അപ്പോൾ സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH ട്വൈസ്. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് NaOH ആണ് അല്ലേ? NaOH ആണ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ NaHCO3 ആണ്. അപ്പക്കാരം. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ NaHCO3. അടുത്ത് വരുന്നത് വാഷിംഗ് സോഡയാണ്. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3 10H2O. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് Na2CO3 10H2O. നിങ്ങളോട് ചോദിക്കാം ചിലപ്പോൾ, ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സാധനങ്ങൾ അപ്പം ഒക്കെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്നത് ഏത് ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഏത് ഗ്യാസ് കൊണ്ടാണ് സാധനങ്ങൾക്ക് ഇങ്ങനെ പുളിച്ച് പൊങ്ങി വരുന്നത്, വീർത്ത് വരുന്നത് അല്ലെങ്കിൽ ഹോളുകൾ കാണുന്നത് ഏത് ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെന്ന് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ അറ്റോമിക് മാസ് ഓഫ് കാൽഷ്യം ഈസ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? അതാണ് നമ്മുടെ ചോദ്യം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 20 ആണ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അറ്റോമിക് നമ്പർ 20 ആണ്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 ആണ്. ഇതും കൂടെ ഓർക്കുക, നമ്മൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. Z എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. 20 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, Z എന്ന് കാണിക്കുന്നത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ്. A എന്ന് കാണിക്കുന്നത് മാസ് നമ്പറിനെയാണ്. മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും നമ്പർ കൂട്ടുന്നതാണ്.
നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും നമ്പർ കൂട്ടുക. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും നമ്പർ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുക. അപ്പോൾ അറ്റോമിക് നമ്പറും ഉണ്ട്, മാസ് നമ്പറും ഉണ്ട്. അറ്റോമിക് നമ്പറും ഉണ്ട്, മാസ് നമ്പറും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെ മാസ് നമ്പറാണ് അല്ലേ? കാൽഷ്യത്തിൻ്റെ മാസ് നമ്പറാണ്. കാൽഷ്യത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. കാൽഷ്യത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 വരിക. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ മാസ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 വരിക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ക്ലോറോഫിലിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ക്ലോറോഫിലിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യമാണ്. അതുപോലെ തന്നെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒരു അൻറ്റാസിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മഗ്നീഷ്യം എന്ന് പറയുന്നത് ക്ലോറോഫിലിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റലാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ നമ്മളൊരു അൻറ്റാസിഡ്, ഗ്യാസ് ട്രബിളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് മെർക്കുറിയാണ്. മെർക്കുറി നമ്മൾ പറഞ്ഞു ഒരേ ഒരു ലിക്വിഡ് മെറ്റലാണ്. ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു മെറ്റലാണ് ആരെന്ന് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത്. ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു മെറ്റലാണ് എന്തെന്ന് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Hg എന്ന് പറയുന്ന സിംബൽ വെച്ചിട്ടാണ്. അതായത് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈഡ്രാർഗൈറം. Hg. മെർക്കുറി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Hg എന്ന് പറയുന്ന സിംബൽ വെച്ചിട്ടാണ്. ഫുൾ ഫോം എന്താണ്? ഹൈഡ്രാർഗൈറം. ലിക്വിഡ് മെറ്റലാണ്. നമ്മളിതിനെ ലിക്വിഡ് സിൽവർ അല്ലെങ്കിൽ ക്യുക്ക് സിൽവർ എന്ന് വിളിക്കാറുണ്ട്. എന്ത് വിളിക്കും? ലിക്വിഡ് സിൽവർ അല്ലെങ്കിൽ ക്യുക്ക് സിൽവർ എന്ന് വിളിക്കും. മെർക്കുറി Hg, ഹൈഡ്രാഗൈറം ലിക്വിഡ് മെറ്റലാണ്. ലിക്വിഡ് സിൽവർ അല്ലെങ്കിൽ ക്യുക്ക് സിൽവർ എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നോൺ സൂപ്പർ കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെർക്കുറിയാണ്. ഫസ്റ്റ് നോൺ സൂപ്പർ കണ്ടക്ടർ, ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെർക്കുറിയാണ്. ഫസ്റ്റ് നോൺ സൂപ്പർ കണ്ടക്ടർ എന്താണ്? മെർക്കുറിയാണ്. അതുപോലെ തന്നെ ആലോചിക്കുക, അലോയ്സ് ഇൻ വിച്ച് വൺ ഓഫ് ദ മെറ്റൽ ഈസ് മെർക്കുറി. അലോയ്കൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു മെറ്റൽ മെർക്കുറി ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അമാൽഗം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് അലോയ്? ഒരു അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ, 2 or more metals, രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസിനെ മിക്സ് ചെയ്യുക. മിക്സ്ചർ ഓഫ് 2 or more metals, രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസിനെ മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അലോയ് എന്ന് പറയുക. അലോയ് എന്ന് വെച്ചാൽ എന്താണ്? മിക്സ്ചർ ഓഫ് 2 or more metals, രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസിനെ മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അലോയ് എന്ന് പറയുക. എന്തിനാ അലോയ്സ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽസിൻ്റെ കട്ടി കൂട്ടാൻ, അല്ലെങ്കിൽ അത് തുരുമ്പെടുത്തൊക്കെ പോകില്ലേ, അത് കുറയ്ക്കാൻ, അങ്ങനെ മെറ്റൽസിനെ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോയ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അലോയ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മെറ്റൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെറ്റൽ നമ്മൾ സോഡിയം എടുത്തു, മറ്റേ മെറ്റൽ നമ്മൾ എടുക്കുന്നത് മെർക്കുറി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ എന്ത് വിളിക്കും? സോഡിയം അമാൽഗം എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ നമ്മൾ എന്താ പറഞ്ഞത്? അലോയ് ഇൻ വിച്ച് വൺ മെറ്റൽ ഈസ് മെർക്കുറി. ഒരു മെറ്റൽ മെർക്കുറി ആയിട്ട് വരുന്ന അലോയിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അമാൽഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ക്ലോറോഫിലിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റലാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു അൻറ്റാസിഡ് ആണ്. അടുത്ത് മെർക്കുറി Hg, ഹൈഡ്രാർഗൈറം എന്നാണ് Hgയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ലിക്വിഡ് മെറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ലിക്വിഡ് സിൽവർ അല്ലെങ്കിൽ ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ഫസ്റ്റ് നോൺ സൂപ്പർ കണ്ടക്ടർ മെർക്കുറിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു അലോയ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് കൂട്ടിക്കുഴച്ചിട്ട് നമ്മളൊരു അലോയ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിലൊരെണ്ണം മെർക്കുറി ആണെങ്കിൽ നമ്മളതിനെ അമാൽഗം എന്ന് വിളിക്കും. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ പ്രത്യേകതകൾ നോട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ കാര്യം, കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നു ഗോൾഡ്. കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത്
അറിയപ്പെടുന്ന ആരാണ്? ഗോൾഡാണ്. രണ്ടാമത്തത് മെറ്റൽ വിത്ത് ഹയസ്റ്റ് മാലിയബിലിറ്റി. ഏറ്റവും കൂടുതൽ മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡാണ്. ഓർക്കുക, ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റലും ഏത് തന്നെയാണ്? ഗോൾഡ് തന്നെയാണ്. അപ്പോൾ കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ഗോൾഡാണ്. ഹയസ്റ്റ് മാലിയബിലിറ്റി, അതുപോലെ തന്നെ ഹയസ്റ്റ് ഡക്റ്റിലിറ്റി. ഹയസ്റ്റ് മാലിയബിലിറ്റി അതുപോലെ തന്നെ ഹയസ്റ്റ് ഡക്റ്റിലിറ്റിയും കാണിക്കുന്ന ആരാണ്? ഗോൾഡാണ്. പ്യുവർ ഗോൾഡിന് 24 ക്യാരറ്റാണ്. പ്യുവർ ഗോൾഡ് 24 ക്യാരറ്റാണ്. നമ്മൾ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങിക്കുന്ന 916 ഗോൾഡ്, 916 ഗോൾഡ് എന്ന് പറയുന്നത് 22 ക്യാരറ്റാണ്. പ്യുവർ ഗോൾഡ് 24 ക്യാരറ്റാണ് മൊത്തം സ്വർണം. നമ്മൾ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങിക്കുന്ന 916 ഗോൾഡ് 22 ക്യാരറ്റാണ്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് 22 ക്യാരറ്റാണ്. പ്യുവർ ഗോൾഡിൽ തന്നെ നമ്മൾ 18 ക്യാരറ്റ് എന്ന് പറയുന്ന ആഭരണങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ? റോസ് ഗോൾഡ് 18 ക്യാരറ്റ് എന്നൊക്കെ പറയും. അതിനകത്ത് എത്ര പ്യുവർ ഗോൾഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75%. അപ്പോൾ പ്യുവർ ഗോൾഡ് എന്ന് വെച്ചാൽ 24 ക്യാരറ്റാണ്. 22 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 916 ഗോൾഡാണ്. ഇനി പ്യുവർ ഗോൾഡിൻ 18 ക്യാരറ്റ് ഗോൾഡ്, 18 ക്യാരറ്റ് ഗോൾഡിൽ എത്ര പ്യുവർ ഗോൾഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75%. ഓക്കെ, അടുത്ത് നമ്മളോട് ചോദിക്കും നോബിൾ മെറ്റലുകൾ ഏതാണ്? നോബിൾ മെറ്റലുകൾ, അതായത് അധികം റിയാക്ട് ചെയ്യാത്ത, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ്. ഇത് സിൽവറാണ് കേട്ടോ. AG സിൽവറാണ്, AU ഗോൾഡാണ്, പ്ലാറ്റിനം അതുപോലെ തന്നെ മെർക്കുറി ഒക്കെ എന്ത് തന്നെയാണ്? നോബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഇവരെല്ലാം തന്നെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. ഓക്കെ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് സിൽവറിനെ പറ്റി നോക്കാം. സിൽവർ എന്ന് പറയുമ്പോൾ സിൽവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവറാണ്. ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്ന സിൽവറിൻ്റെ കോമ്പൗണ്ടാണ് സിൽവർ അമാൽഗം. ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്ന സിൽവറിൻ്റെ കോമ്പൗണ്ടാണ് സിൽവർ അമാൽഗം. ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്ന സിൽവറിൻ്റെ കോമ്പൗണ്ടാണ് സിൽവർ അമാൽഗം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാറ്റിനമാണ്. സിൽവറിൻ്റെ സിമ്പൽ AG ആണ്. സിൽവറിൻ്റെ സിമ്പൽ AG ആണ്. AGയുടെ ഫുൾ ഫോം അർജൻറ്റം. സിൽവറിൻ്റെ സിമ്പൽ AG ആണ്. AGയുടെ ഫുൾ ഫോം അർജൻറ്റം. അപ്പോൾ സിൽവർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. ടൂത്ത് ഫില്ലിങ്സിൽ ഉപയോഗിക്കുന്നത് സിൽവർ അമാൽഗമാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. സിൽവറിൻ്റെ സിമ്പൽ AG ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അർജൻറ്റമാണ്. സിൽവറിൻ്റെ സിമ്പൽ AG ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അർജൻറ്റമാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഫൗണ്ട് ഇൻ നേച്ചർ ആസ് എ ഫ്രീ എലമെൻറ്റ്. താഴെ തന്നിട്ടുള്ളതിൽ നേച്ചറിൽ ഫ്രീ എലമെൻ്റ് ആയിട്ട് കാണുന്നത് എന്താണ്? AgNaCaAl. അപ്പോൾ ഫ്രീ എലമെൻ്റ് ആയിട്ട് കാണുക. നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഫ്രീ എലമെൻ്റ് ആയിട്ട് കാണണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താണ്? അവരുടെ റിയാക്ടിവിറ്റി കുറവായിരിക്കണം. വേറെ ആരുമായിട്ടും റിയാക്ട് ചെയ്യാതെ അവരൊറ്റയ്ക്ക് മാറിയിരിക്കണം. അവരുടെ റിയാക്ടിവിറ്റി കുറവായത് കാരണം വേറെ ആരുമായിട്ടും റിയാക്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക? അവർക്ക് റിയാക്ടിവിറ്റി നല്ലോണം ഉണ്ട്, അല്ലെങ്കിൽ അവർ ഫ്രീ എലമെൻ്റ് ആണ്, റിയാക്ടിവിറ്റി കുറവാണ്, നോബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോബിൾ എലമെൻറ്റ്സിൽ ഏതോ ഒന്നാണ്. ഇവിടെ ഉള്ളത് AG ആണ്. ഇവിടെ ഉള്ളത് AG ആണ്. അതുപോലെ തന്നെ ഗോൾഡും പ്ലാറ്റിനും ഒക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ നോബിൾ മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് ആണെന്ന് കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് അലുമിനിയം ആണ്. അലുമിനിയത്തെ പറ്റി നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സിൽ ഒന്നാമത്തെ പോയിന്റ്, അലുമിനിയം മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയം മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര്, അലുമിനിയം മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ്. രണ്ടാമത്തെ കാര്യം, ആംഫോട്ടറിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങളോട് ചോദിക്കാറുണ്ട് അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കും. ആംഫോട്ടറിക് ഓക്സൈഡാണ്. അലുമിനിയം ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിളാണ്. അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിളാണ്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ്,
അലുമിനിയം ഓക്സൈഡ് ഒരു ആംഫോട്ടറിക് ആയിട്ടുള്ള ഓക്സൈഡാണ്. അതുപോലെ തന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കും. വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ടാണ് ആലം. വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ടാണ് ആലം. ആലത്തിൻ്റെ മറ്റൊരു പേരാണ് പൊട്ടാഷ്യം അലുമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ ഫിറ്റ്കരി. നമ്മൾ പൊട്ടാഷ്യം അലുമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ ഫിറ്റ്കരി എന്ന് വിളിക്കുന്നത് എന്തിനെ തന്നെയാണ്? ആലത്തിനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അലുമിനിയത്തിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? മാനുഫാക്ചറിങ് പ്രോസസ്സാണ്, ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ്, ആംഫോട്ടറിക് മെറ്റീരിയൽ ആണ്. അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ടാണ് ആലം. ആലത്തിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ആലം കെമിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്യം അലുമിനിയം സൾഫേറ്റ് ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫിറ്റ്കരി. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെറ്റൽസിൻ്റെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, നമ്മൾ മാക്സിമം അതിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആർക്കെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അല്ലാത്തവർ പഠിക്കുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ ALPയിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ റെഫർ ചെയ്തതിന് ശേഷം വേണം പഠിക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്. ബൈ.